ഹലോ, ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയിട്ട് നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് പുട്ട് റെഡിയാക്കി എടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ടുപൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഓറഞ്ച് കളറിലുള്ള പുട്ടുപൊടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ക്യാരറ്റൊക്കെ കുക്കായി ചൂടാറി കഴിയുമ്പോൾ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇത് പുട്ടുപൊടിയിലേക്ക് ചേർത്തിട്ട് സാധാരണ നമ്മൾ പുട്ടൊക്കെ നനച്ചെടുക്കുന്ന പോലെ നനച്ചെടുക്കുക. ഗ്രീൻ കളർ പുട്ടിന് വേണ്ടിയിട്ട് മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മുരിങ്ങയിലേക്ക് പകരം ചീരയിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. മുരിങ്ങയിലൊക്കെ കുക്കായി ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം പുട്ടുപൊടിയിലേക്ക് ചേർത്തിട്ട് പുട്ടൊക്കെ നനച്ചെടുക്കുന്ന പോലെ നനച്ചെടുക്കാം. പിന്നെ സാധാ പോലെ വെള്ള കളറിലുള്ള പുട്ടുപൊടിയും റെഡിയാക്കി വെക്കുക. അതിനുശേഷം പുട്ടും കെട്ടിയെടുക്കുക. ചില്ലിടാൻ മറക്കണ്ട. പിന്നെ ഫസ്റ്റ് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. ഗ്രീൻ കളറിലുള്ള പുട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും തേങ്ങ, വെള്ള കളറിലുള്ള പുട്ടുപൊടി, ലാസ്റ്റ് ഓറഞ്ച് കളറിലുള്ള പുട്ടുപൊടിയും തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റി ഇറക്കാം. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം 3 കളറിലാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള പുട്ടാട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.